ലോകമൊക്കെ ഒരുപാടുണ്ട് വർഷേ. പക്ഷേ അതിനൊക്കെ നല്ല പോലെ കാശും വേണം. അതെ അതെ. അങ്ങനെ പഴയതൊക്കെ മാറ്റാൻ നിന്ന ആളുകളെയും മാറ്റേണ്ടി വരൂലേ? മണിക്കുട്ടി, എന്ത് പറ്റിയിട്ടുണ്ട്? നോക്ക്, ആ മുത്ത് പണ്ടും കണ്ട പെരുച്ചായ പോലെ എല്ലാം നോക്കി കാണുന്നു. അതെ അതെ, അവളിതൊക്കെ ആദ്യമായിട്ട് കാണല്ലേ, അതിന്റെയാ. നമുക്ക് അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണ്ടേ മണിക്കുട്ടി? വേണുണ്ടോ? ഞാനും അത് ആലോചിച്ചതാ. നിന്റെ ഡാഡിക്ക് ഏതായാലും അവളെയല്ലേ ഇഷ്ടം. ആ ഇഷ്ടം നമുക്ക് അങ്ങോട്ട് തീർത്തു കൊടുക്കണ്ടേ? വേണുണ്ടോ? വിട്ടുകള വർഷേ, അവള് കൊച്ചല്ലേ. കൊച്ചാണെന്ന് കരുതി ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേട്ടാ, അല്ലെങ്കിൽ നാളെയും ഇവൾ ഇത് തന്നെ ആവർത്തിക്കില്ലേ. വിട്ടുകളാ. തൽക്കാലത്തേക്ക് വിട്ടിരിക്കുന്നു. ആ പെണ്ണിന്റെ കൂടെ എന്നാലും പോവാൻ നിൽക്കണ്ട നീ. ഹായ് ഏട്ടാ, അങ്ങോട്ട് നോക്ക്. 4 ഡോറുള്ള ഫ്രിഡ്ജ്. ആ ഫ്രിഡ്ജ് എന്തായാലും വാങ്ങിക്കണം. ഇപ്പഴേ ഓണായിട്ട് നല്ല ഓഫർ ഉണ്ടാകും. വേണോ വർഷേ? വീട്ടിലുള്ള ഫ്രിഡ്ജിന് ഒരു കുഴപ്പവുമില്ലല്ലോ. ഉവ്വേ, നിന്റെ കൂടെ അഭിപ്രായം കിട്ടേണ്ട താമസമേ ഉള്ളൂ. കേട്ടോ വർഷേ, അവള് പറയുന്നത് അവൾക്ക് ഫ്രിഡ്ജ് ഒന്നും ഭംഗി പോരാന്ന്. നിങ്ങളെ എന്താ വേണ്ടെന്ന് വെച്ചാ നോക്ക്, ഞാനേ അപ്പുറത്ത് പോയിരിക്കാം. എനിക്ക് ഇതൊക്കെ പാടെ കണ്ടിട്ട് തല കറങ്ങുന്നു. പോക്കറ്റിലെ കാശ് തികയോ ആവോ. അതിന് മോളെ, പാചകം ചെയ്യാൻ എന്തൊക്കെ പാത്രം വേണമെന്ന് നമ്മൾ വെറുതെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ പെണ്ണിനെ കൊണ്ടെടുപ്പിച്ചാൽ പോരെ? പോരെ മമ്മി, ആ പെണ്ണ് വല്ല വില കുറഞ്ഞ പാത്രം എടുക്കും. നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അതെ അതെ, നല്ല പാത്രത്തിൽ പാചകം ചെയ്ത് കഴിച്ചാലുള്ളൂ നല്ല ഫുഡ് നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ ആരോഗ്യം നമുക്ക് പ്രധാനം. അതൊക്കെ ശരി തന്നെയാ. വെറുതെ അല്ല, ഇന്ന് തന്നെ ഷോപ്പിങ്ങിന് വരണം പറഞ്ഞിട്ട് കല്ല് വാശി പിടിച്ചത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നേ ഞാൻ കല്ലുവിനോട് പറഞ്ഞിരുന്നു. ആരൊക്കെയാ മുത്തേ നിന്റെ കൂടെ? നിന്റെ ആ പിശാച് പിടിച്ച ചെറിയമ്മയുണ്ടോ? അയ്യോ ലേച്ചി ചേച്ചി, പതുക്കെ. ചെറിയമ്മ അപ്പുറത്ത് തന്നെയുണ്ട്, കേൾക്കും. കേട്ടോട്ടെ, എന്റെ അമ്മക്ക് പേരൊന്നുമില്ല മുത്തച്ചേച്ചി ചെറിയമ്മനെ. നീലവിളക്ക് ഒരെണ്ണം വാങ്ങിത്തരാൻ അച്ഛന്റെ കയ്യില് കാശുണ്ടാവോ? മുത്തച്ചേച്ചി വാങ്ങിക്കും മുത്തച്ചേച്ചി, അതിനൊന്നും അത്രത്തോളം കാശൊന്നും ഉണ്ടാവൂല. ചെറിയമ്മ ടിവി വാങ്ങണം, ഫ്രിഡ്ജ് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓ
അവളെ നോക്കണെങ്കിലേ 4 കണ്ണും വേണ്ടി വരും. അതൊന്നും സാരമില്ല ലച്ചു ചേച്ചി, ഞാൻ പറഞ്ഞാലേ ഓള് കേൾക്കും. കേൾക്കൂലേ കല്ലു? പിന്നെ ഞാൻ കേൾക്കൂലേ? അല്ല കല്ലു, ഏതൊക്കെ കുട്ടികളെ ഹായ് പറയാൻ പറഞ്ഞിട്ടില്ലേ? മുത്തു ചേച്ചി പറഞ്ഞോ, ഞാനും ഇവിടെ നിന്നോളാം. അത് വേണ്ട, ചിലപ്പോഴേ കല്ലൂനാവും ഫാൻസ് കൂടുതല്. കല്ലു പറഞ്ഞോ? സത്യാണോ മുത്തു ചേച്ചി? എനിക്ക് ഫാൻസ് ഉണ്ടോ കല്ലൂന്? ഉണ്ടാവുന്ന്. നിഹാൻ ഹായ്. ഇനി വേറൊരു കുട്ടി കൂടി ഇല്ലേ? ആ കുട്ടിയുടെ പേരെന്താണ്? ഫാത്തിമ, അതാ അവളുടെ പേര്. ഹായ് ഫാത്തിമ. നിഹാനും ഫാത്തിമയ്ക്കും സന്തോഷമായില്ലേ? ദി മുത്തേ. എന്താ എന്താ ചെറിയമ്മേ? എന്താണ് നീ ഇവിടെ നിന്ന് പെരവരുത്തത്? എന്റെ കുറ്റം പറഞ്ഞതല്ലേ നീ? അല്ല ചെറിയമ്മേ, കുട്ടികൾ ഹായ് പറയാൻ പറഞ്ഞിരുന്നു, അത് പറയാൻ നിന്നതാ. ഓ, അവളുടെ ഹായ്. ഇത്രമാത്രം ഫാൻസ് ഉണ്ടോടി നിനക്ക്? ഹോ, ആ നാശം പിടിച്ച കുട്ടിപ്പിശാചിന്റെ മുഖം കണ്ടോ? ആ പെണ്ണിന്റെ കൂട്ടത്തിൽ കൂടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേടി? അത് ചെറിയമ്മേ, ഞാനിവിടെ നിലവിളക്ക് കണ്ടപ്പോ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. ഹോ, നിനക്ക് നിലവിളക്ക് വേണോ? അതിനൊക്കെ എവിടുന്നാടി കാശ്? അതിന് ചെറിയമ്മേ, ഓണല്ലേ വരുന്നത്, അപ്പൊ നിലവിളക്ക് ഒരെണ്ണം വീട്ടിൽ വാങ്ങിയ നല്ലതല്ലേ? അവളുടെ ഒരു നിലവിളക്ക്. എല്ലാ കൊല്ലവും ഓണമുണ്ടടി, അപ്പോഴേക്ക് നിലവിളക്ക് വാങ്ങണോ നിനക്ക്? അതല്ല ചെറിയമ്മേ. ദേ, നിനക്കും നിന്റെ അച്ഛനും വലിയ സാധനങ്ങളൊന്നും വാങ്ങാൻ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ അതിന്? ഞാൻ എന്റെ മക്കളും ചേർന്ന് ആ കാശ് മുഴുവൻ അടിച്ചു മാറ്റും. അപ്പൊ തനിക്ക് നിലവിളക്ക് വാങ്ങാനും നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങാൻ എവിടെയാടി കാശ്? നീ ഇവിടെ നിലവിളക്ക് നോക്കി ഈ പെണ്ണിന്റെ കൂടെ ഇവിടെ നിന്നോ. ഞങ്ങൾ പോയിട്ട് നല്ല ഷോപ്പിംഗ് നടത്തട്ടെ. കുറച്ചു നേരത്തേക്ക് ആ ഭാഗത്തേക്കൊന്നും വരണ്ട, ഈ പെണ്ണിന്റെ കൂടെ തന്നെ കൂടിക്കോ നീ. ഹോ ശല്യം, ഇവിടെ തന്നെ നിന്നോട്ടെ, അതാ നല്ലത്. അല്ലെങ്കിൽ അവളുടെ അച്ഛനെ കണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടി വരും അവൾക്ക്. കല്ലു, മുത്തു ചേച്ചി, ഞാൻ അതിനുണ്ടല്ലോ എന്തെങ്കിലും എടുത്ത് വേറെ അങ്ങോട്ട് കൊടുക്കും. അയ്യോ വേണ്ട കല്ലു, അത് ചെറിയമ്മ അങ്ങനെ പറയുന്നല്ലോ, സാരമില്ല. ചെറിയമ്മക്ക് അടുത്ത പണി കൊടുക്കാൻ സമയായിക്കണു. അയ്യോ വേണ്ട കല്ലു. വേണം. മുത്തു ചേച്ചിക്ക് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. വേണ്ട കല്ലു, അത് പ്രശ്നാകും. മുത്തു ചേച്ചി ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. വേണ്ട കല്ലു. അയ്യോ കല്ലു വേണ്ട. അയ്യോ, അവളിത് ഇങ്ങോട്ടാ പോയേ? ലച്ചു ചേച്ചി എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്? കല്ലു, അവിടെ നിൽക്ക്, നിന്റെ ലച്ചമ്മ അന്വേഷിക്കും. ചേട്ടാ, എനിക്കൊരു സഹായം ചെയ്യോ? നീ ഇത്തിരി അല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നിനക്ക് ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ചേട്ടാ, എന്റെ അടുത്ത ഒരു കൂട്ടുകാരിണ്ട്, അവളുടെ ചെറിയമ്മക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം, അതിനു വേണ്ടിയാ. സർപ്രൈസ് കൊടുക്കാനോ? എന്ത് സർപ്രൈസ്? മൈക്കിലൂടെ ഞാൻ പറയുന്നതൊന്ന് വിളിച്ചു പറയാവോ? എന്താന്ന് പറ കുട്ടി. അവളുടെ ചെറിയമ്മയുടെ പേര് വർഷ എന്നാണ്. എന്നിട്ട്? അത് പിന്നെയല്ലേ ചേട്ടാ, ഒന്ന് താഴ്ന്നിരുന്നേ, ഞാൻ ചെവിയിൽ പറഞ്ഞു തരാം. ഈ കൊച്ചിന്റെ ഒരു കാര്യം. ഇത്രയുള്ളോ? കൊച്ചു മിടുക്കി. അപ്പൊ ചേട്ടാ പറഞ്ഞതുപോലെ.